ഹറാമാക്കപ്പെട്ട അഥവാ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. കാരണം ആ മാസത്തിന് തന്നെ ആ പേരാണ് മുഹറം, പവിത്രമാക്കപ്പെട്ടത്. മറ്റു മാസങ്ങൾക്ക് ഈ പേരില്ല. അപ്പോൾ പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. പക്ഷേ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. മുഹറം, പവിത്രമാക്കപ്പെട്ട മാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നേരത്തെ പറഞ്ഞ് 4 മാസങ്ങൾക്കും പവിത്രതയുണ്ട്. അതിലേറ്റവും കൂടുതൽ പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബൈത്തുള്ള, എല്ലാ വീടും അള്ളാഹുവിൻ്റെതാണ്. എന്നാലും മസ്ജിദുകൾ ബൈത്തുള്ള എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്നാൽ വിശ്വാസികളെ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത് പോലെ മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ നോമ്പാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ്. അവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിൻ്റെ മാസം, ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ്.